അതല്ല മറ്റൊരു സാധനം ഉണ്ടായില്ലേ ഞാൻ വെക്കുന്ന ഫ്ലാഷ് ഓഫ് ആക്കി സെറ്റ് കോട്ടോട്ടോ. അങ്ങനെ നമ്മുടെ ഗൈഡ് മാർട്ടിനല്ലേ, ഗൈഡ് മാർട്ടിന്റെ ബണ്ണ് ഷവർമാട്ടാ. നിനക്കല്ലേ ഫ്ലൈറ്റ് പോകുന്നതാ? ഫ്ലൈറ്റ് പോകുന്നു ഗൈഡ് മാർട്ടിന്റെ മേലെ കൂടെ. ആദ്യമേ മാർക്കെ ബണ്ണ് കിട്ടടോ. ഗൈഡ് മാർക്കിന്റെ ഗൈഡ് മാർട്ടിന്റെ ബൺ ഷവർമ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ അങ്ങനെയാണ്. അഞ്ചിലെത്ര റേറ്റിംഗ് കൊടുക്കും? ഒരു 4.5 എന്ന് പിടിച്ച് ബാഗ് 5ന് 4.5 0.5 മൈനസ് ഇല്ല. അത് അകത്തോട്ട് കടിക്കുമ്പോ 6 മേടിച്ചിട്ടുണ്ട്. നീ കഴിച്ചോ? ഞാൻ സന്തോഷമുള്ളൂ. ഇതുണ്ട് ആറിനാണല്ലോ പറഞ്ഞേ. ഇതാ ഒന്നിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത് 2 3 4 5. റിക്വസ്റ്റ് വേറെ ഫോൺ റിക്വസ്റ്റ് മട്ടാഞ്ചേരി മാറ്റി. ഞങ്ങള് നാളെ എറണാകുളത്തിന് പോയപ്പോ മട്ടാഞ്ചേരി അവനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാ. പുള്ളി അവിടെ സ്റ്റഫൊക്കെ അടിച്ച് ഒരു പട്ടി ഉണ്ട് പുള്ളിയുടെ കൂടത്തില്. ഇപ്പൊ ഒരു വൈറ്റ് കളർ അതൊന്ന് കത്തിക്കാത്ത ഇതിന്റെ ഉള്ളിലോട്ട് പൊടിച്ച് മാറ്റിയിട്ടുണ്ട്. കാറ്റാടിക്കടന്ന് കിട്ടിയ ഗൈഡ് മാറ്റി കാണാൻ പറ്റുന്നുണ്ട് എന്നെ. എന്താ മരന്റെ പേരെന്താ? ആനപ്പാറ. വീണ്ടും ഒന്നിക്കുകയാണ്. ബിങ്കോയും കഴിച്ച് ഞങ്ങൾ വേസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിച്ചെന്ന് പറയണ്ട. ഇടപെടുപ്പ് നമ്മളെ കോഡിങ്ങിന്റെ ഇടയിൽ നിന്ന് നമുക്കൊരു നീ ഇതെന്ന് കത്തിക്കോളും. നീ വിറകിട്ടാ മതി. ക്യാമ്പ് ഫയർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതുമായി ക്യാമ്പ് ഫയറുമായി.
ഇന്നലെ രാത്രി പൊട്ടിച്ചായിരുന്നു, കണ്ടില്ലേ? ഇവിടുത്തെ എല്ലാ പിള്ളേർ തന്നെയാന്ന് തോന്നുന്നു. ആണാ? ഓ അത് ശരി. സൂപ്പറായിരിക്കും. ഒരുമിച്ച് ഇറങ്ങി തന്നെ കാണാൻ നല്ല ഇതായിരിക്കും അല്ലേ? ഒരുമിച്ച് ഇറങ്ങി തന്നെ കാണാനേ. ജസ്റ്റ് പുറത്ത് അതിൻ്റെ പുറകെ പോയി നോക്കട്ടെ. എന്താ വണ്ടി പോയ വഴിയാണ്. അവിടെയൊക്കെ നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകാൻ വഴിയുണ്ടോയെന്ന് ചോദിച്ചാൽ അതുപോലും അറിയില്ല കേട്ടോ. കയറിപ്പോയി കയറ്റമൊന്നും ഇല്ലാതായിട്ട്, കയറ്റമൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിക്കാണ് കയറി പോണേ. സമ്മതിച്ചു കൊടുക്കണം. പാറയുടെ മേളിൽ ബിയർ കുപ്പി കൂട്ടിച്ചിട്ടാണ്. ഇതിപ്പോൾ ചെരുപ്പില്ലാതെ നടക്കുന്നതിനാണെങ്കിൽ അതിലിപ്പം സീൻ വേറെ കിട്ടാനില്ല. ഇവിടെയൊക്കെ വെച്ച് കാല് കൂട്ടിയിടുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. അതാ പറഞ്ഞേ, ഇവിടെയൊക്കെ ഫുള്ള് പൊട്ടിച്ചിട്ടിട്ടുണ്ട്.
പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വഴിയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കയറിയപ്പോൾ അവരോട് തന്നെ ചോദിച്ച് നിങ്ങൾ വണ്ടിയൊക്കെ ഇതുവഴി തന്നെയാണോ കയറ്റിയത്, വേറെ റൂട്ട് ഉണ്ടോ എന്നുള്ള. അപ്പോൾ അവരും പറയും നിങ്ങൾ വന്നില്ല ഈ വഴിയുണ്ടോ, പക്ഷേ വീതിയുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ ചില പാറ കഷ്ണങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവിടെയും കുറച്ച് വഴി മോശമാണ്. വേറെ അത് ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വണ്ടി വരും. പിന്നെ രാത്രി വരാൻ നേരത്ത് നമുക്ക് വഴി കുറച്ച് ഇടുങ്ങിയത് പോലെയൊക്കെ തോന്നുമെങ്കിലും രാവിലെ നോക്കിയപ്പോൾ കണ്ടോ ഇത് വഴി വന്നേക്കണം നോക്കി, കുഴപ്പമില്ല, പറ്റാണ്. ഇവിടെ വന്നല്ലേ ആകെയുള്ള ഒരു വീടാട്ടോ, കാണിച്ചു കൊടുക്കാം. കറണ്ട് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ആനപ്പാറ അടിക്കാൻ നേരത്തെ അവരിൽ കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കും. ആ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ ആ വാട്ടർ ടാങ്കാണ് ഒന്ന് കേട്ടോ. ഇത് ചോദിച്ചു വന്നാൽ മതി, കാരണം ആനപ്പാറയിലേക്ക് പോകുന്നതിന് പല വഴികളുണ്ട്. പക്ഷേ ഇതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള വഴി, കയറാൻ പറ്റുന്നത്.